ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഭയങ്കര അടിപൊളി എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ ഇപ്രാവശ്യം നാട്ടിൽ പോവുകയാണ് എൻ്റെ വെക്കേഷന്. ആക്ച്വലി എനിക്ക് ഒക്ടോബറിലായിരുന്നു വെക്കേഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് പെട്ടെന്നൊരു സാഹചര്യത്തിൽ ജൂലൈയിലോട്ട് മാറ്റേണ്ട വന്നു. കാരണം ഞാൻ എൻ്റെ ത്രേഗറിൻ്റെ അടുത്തുനിന്ന് എംപ്ലോയറിൻ്റെ അടുത്തുനിന്ന് ഒരു വർഷത്തോളം ഞാൻ ഇല്ലായിരുന്നു, വേറെ ഇൻസാറ്റ്സായിരുന്നു. അപ്പം എനിക്ക് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എനിക്ക് കുറച്ച് കൂടുതൽ സമയം വേണം. അപ്പോൾ എന്നോട് പുള്ളി ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തു, എൻ്റെ പ്രാക്സലേറ്റർ എന്നോട് റെക്കമെൻഡ് ചെയ്തു, നീ ഒരു കാര്യം ചെയ്യുക, ഒക്ടോബറിലത്തെ ഉള്ളപ്പോൾ വെക്കേഷൻ ജൂലൈയിൽ എടുത്തോ, എന്നിട്ട് ഒക്ടോബർ കംപ്ലീറ്റ് ആയിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നല്ല കാര്യം. ബിക്കോസ് എനിക്ക് ജൂലൈ 24 വരെ എനിക്ക് ഭയങ്കര ഹെക്റ്റിക്കാണ്. അതായത് എനിക്ക് 24-ാം തീയതി എൻ്റെ പ്രാക്ടിക്കൽ സ്വിഷൻ പ്രൂഫും ആണ്. അപ്പം എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് അത് ഓർത്തിട്ട്. അപ്പോൾ അത് കഴിഞ്ഞൊരു പെട്ടെന്നൊരു നല്ലൊരു റിലാക്സേഷൻ കിട്ടുമല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്താണ്, ഞാൻ ടിക്കറ്റ് ഇന്നലെ ബുക്ക് ചെയ്തു. ഇന്നിപ്പോൾ ഡേറ്റ് എത്ര, ജൂലൈ 5-ഓ 6-ഓ അത്രയും കണ്ട. അപ്പോൾ എന്താണേലും നാട്ടിൽ പോവുകയാണ്. അപ്പം ഞാൻ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചു. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എക്സാമാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ അതിനകത്തോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. എക്സാമിൻ്റെ അടുത്ത് ഷോപ്പിംഗ് അങ്ങനെ പോകുന്നില്ല. അപ്പോൾ നേരത്തെ സാധനങ്ങൾ മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സാധനങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം മേടിച്ചു. ഇനിയും എൻ്റെ അനിയനൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സാധനവും, പിന്നെ നടക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കിതയ്ക്കുന്നത്, ഞാൻ ഡ്യൂട്ടിക്ക് പോവുക. അപ്പോൾ അതിൻ്റെ ഒരു സാധനവും, പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പോകണു, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്കൊന്ന് ലാസ്റ്റ് ക്ലിപ്പിൽ ഞാൻ പറഞ്ഞത്, ഞാൻ അനിയനൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായി സർപ്രൈസ് ഞാൻ വാങ്ങാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ഇനിയും ഇപ്പോൾ ടെൻഷൻ എന്നറിയോ, ഞാൻ ഇനി വീട്ടിൽ വിളിക്കുന്ന സമയത്ത് അറിയാതെ എൻ്റെ വായിൽ വീഴുമോ എന്ന് പറയത്തില്ലായിരിക്കാം, പറയില്ല എന്ത് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇതായിരുന്നു സർപ്രൈസ്. എന്താണ് ഏതാണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇനി എനിക്ക് വിശക്കുന്നുണ്ട്, നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം. ഹായ് ഗൈസ്, അപ്പം എൻ്റെ ഈ പുറകെ കാണുന്ന തുണി കൂമ്പാരങ്ങളൊന്നും കണ്ട് ഞെട്ടണ്ട. സംഭവം വേറൊന്നുമല്ല, പാക്കിങ് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഞാൻ പറയില്ല, എനിക്ക് എക്സാം ആയതുകൊണ്ട് നേരത്തെ എല്ലാം ചെയ്ത് വെക്കണം എന്നെനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ പാക്കിങ് നേരത്തെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനിയും കുറച്ച് ഡ്രസ്സ്, പുറകെ ഇരിക്കുന്ന ചുരിദാർ സാമഗ്രികളൊക്കെ ഒന്ന് കയറ്റണം. പിന്നെന്താ പറയുക, അത് ഞാനിപ്പോൾ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റതേ ഉള്ളൂ. കാരണം ഡ്യൂട്ടി ഉണ്ട്, അത് കഴിഞ്ഞ് വന്നൊന്ന് ഉറങ്ങി പാക്കിങ് ചെയ്ത് പിന്നിരുന്ന് പഠിച്ച്. ഇന്ന് അർജൻറ്റീന സ്പെയിൻ ഫൈനലാണ്. അപ്പം എനിക്ക് അത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. മിക്കവാറും ഉറങ്ങി പോകുമെന്ന് എനിക്ക് അറിയത്തില്ല. ഉറങ്ങരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതൊന്ന് കാണണം. എന്നിട്ട് പാക്കിങ് കൂടെ കൊണ്ടുപോകണം. ഓൾമോസ്റ്റ് ഞാൻ മേടിച്ച സാധനങ്ങളെല്ലാം ഞാൻ പെട്ടി കയറ്റി. പിന്നെ നൈറ്റി, അതാരും മൈൻഡ് ചെയ്യണ്ട, എൻ്റെ റോൾ മോഡൽ ഇതാണ്. അപ്പോൾ ഏറ്റവും കംഫർട്ടബിൾ വെയറാണ്. അപ്പോൾ എനിക്ക് സ്ട്രെസ്സ് കൂടുമ്പോൾ ഞാൻ ഇടുന്നതാണ് ഈ നൈറ്റി എന്ന് പറയുന്ന സാധനം. അതായത് എനിക്കറിയില്ല, എനിക്കിഷ്ടമാണ്. അതുപോലെ കുറേ പണിയുണ്ട്, പാത്രമൊക്കെ കഴുകാനുണ്ട്, അങ്ങനെ ഇങ്ങനെ ഉണ്ടെന്ന് ഇതങ്ങോട്ട് മടക്കി കുത്തി അങ്ങോട്ട് പണിയെടുക്കണം, പെട്ടെന്ന് തീരുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നൈറ്റി ഇട്ടേക്കുന്നത്. പെട്ടെന്ന് എനിക്കെല്ലാം ചെയ്യാൻ ഒരു പ്രൊഡക്റ്റീവ് ആണെങ്കിൽ ഞാൻ നൈറ്റി ഇടണം. ഞാൻ മാത്രമല്ലെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് പിള്ളേരൊക്കെ അങ്ങനെയായിരിക്കും. ഓക്കെ, വോട്ടവർ, നൈറ്റി അവിടെ നിൽക്കട്ടെ. അപ്പം പാക്കിങ് തുടങ്ങി. അത്യാവശ്യം സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. ഇനി എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളും കൂടെ എടുത്ത് വെക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ജൂലൈ, എന്തായത് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ഇനിയും നമുക്ക് 5 ദിവസമുള്ള നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് 25-ാം തീയതിക്കാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. 24-ാം തീയതി വരെ എനിക്ക് എക്സാം ഉണ്ട്, 23-ഉം 24-ഉം. അപ്പോൾ അതിൻ്റെ സ്ട്രെസ്സ് കാരണം നാട്ടിൽ പോകുന്നത് കംപ്ലീറ്റ്ലി എനിക്ക് അങ്ങോട്ട് എക്സൈറ്റഡ് ആവാൻ പറ്റുന്നില്ല. പിന്നെ എക്സാമിൻ്റെ ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അങ്ങനെയല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോകാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞാൻ ഇത്ര നേരത്തെ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു. എനിക്കൊന്നൊരു 5 ദിവസം മുമ്പെന്തോന്നാണ് ടിക്കറ്റ് എടുത്തത്. അപ്പം അപ്പോഴും എനിക്ക് എക്സൈറ്റഡ് ആവാനുള്ളൊരു ടൈം കിട്ടിയില്ലായിരുന്നു. എന്നാലും ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല. പക്ഷേ ഇപ്പം എനിക്ക് എക്സ്ട്രാ എന്തോ ഒരു സംഭവം ഫീൽ ചെയ്യുന്നുണ്ട്.
കഴിഞ്ഞ പ്രാവശ്യം സർപ്രൈസായിട്ട് തന്നെ പോയത്. ഇപ്രാവശ്യം ഞാൻ വിളിച്ച് പറഞ്ഞിട്ടാണ് പോയത് അല്ല പോകുന്നത്. അപ്പോൾ എന്താണേലും എനിക്ക് അങ്ങോട്ട് എക്സൈറ്റഡ് ആകാൻ പറ്റുന്നില്ല. അതാണ് ഒരു വിഷയം. എക്സാം എങ്ങനെയും ഒന്ന് കഴിയണേ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന. പെട്ടെന്നങ്ങ് തീരണേത്. സോ ഇപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇനി ഞാൻ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ചെറിയ ക്ലിപ്സ് വെച്ച് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇറക്കേണ്ട സ്റ്റോപ്പ് എത്തി. വെൽക്കം ബാക്ക്. അപ്പം എൻ്റെ എന്താ പറയുക, എക്സാം ഒക്കെ കഴിഞ്ഞു. പ്രാക്ടിക്കൽ തലേദിവസം സിസും മാസ്റ്റർ പ്ലാൻ അതൊക്കെ എഴുതി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ പ്രാക്ടിക്കൽ എക്സാം എല്ലാം കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക, 2 ദിവസം മുമ്പ് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ആ വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും തുടങ്ങി, എങ്കിൽ പിന്നെ കംപ്ലീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചെടുക്കുന്ന വ്ളോഗാണ് ബാക്കി. ഇപ്പം ഞാൻ മാത്രമല്ല ഇവിടെ ഉള്ളത്, 2 പേരുണ്ട്. അവർ ഇതിൻ്റെ മുമ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്നു. എൻ്റെ കൂടെ ബ്ലസ്സിയും വന്നു. അത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ബ്ലസ്സിയും വന്നു. എന്നിട്ട് ഞങ്ങൾ പാക്കിംഗ് ഒക്കെ തുടങ്ങിയപ്പോൾ വേറൊരാളൂടെ ഇടയ്ക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ പെട്ടി പാക്കിംഗ് ഏകദേശം തീരാറൊക്കെയായി. 30 കിലോ കൊണ്ടുകൊണ്ടടുത്ത് ഇപ്പം തന്നെ 32 കിലോ ആയി. മറ്റേതിനകത്ത് 7 കിലോയുടെ ഇതിനകത്ത് 8 കിലോയ്ക്ക് അടുത്തായി. അവർ കയറ്റി വിടുമോ എന്തോ നോക്കാം. അപ്പോൾ പാക്കിംഗ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയെന്ന്. പക്ഷേ ഇവിടെ ഡാൻസും പാട്ടൊക്കെ പിന്നെ നോട്ട് ദ പോയിന്റ്. എൻ്റെ മുറി കണ്ട ആരും ഞെട്ടരുത്. പാക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഭയങ്കര കുളമായിട്ട് കിടക്കുകയാണ്. ആരും അതൊന്നും ശ്രദ്ധിക്കരുത്. ഇനി ഇവരെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. This is Blessy and that is Melfi. മെൽഫിനെ എനിക്ക് കുറച്ച് നാളായിട്ടേ അറിയത്തുള്ളൂ. ആളിവിടെ ഔപ്പയർ ചെയ്യുവാണ്. പിന്നെ ബ്ലസ്സി അറിയാമല്ലോ, നമ്മുടെ വാല് പോലെ ഇങ്ങനെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ പിന്നെന്താ പറയുക, അപ്പോൾ നാളെയാണ് നമുക്ക് ഫ്ലൈറ്റ്. നാളെ രാവിലെ 11 മണിയുടെ ഫ്ലൈറ്റ് 10 മണിയിലത്തേക്ക് പ്രീപോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ ഉദ്ദേശിച്ച സമയത്തിനേക്കാളും കുറച്ചുകൂടി ചിലപ്പോൾ നേരത്തെ ഇറങ്ങേണ്ടി വരും. പിന്നെന്താ, അതൊക്കെ തന്നെ. പെട്ടിയെടുക്കാൻ ഇതെങ്ങനെ ഞാൻ താഴെ ഇറക്കും എന്നാണ് അടുത്ത സംശയം. ഞാൻ ചേട്ടൻ്റെ സഹായം ചോദിച്ചിട്ടുണ്ട്. ചേട്ടൻ സഹായിക്കാതിരിക്കില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ ദാറ്റ് വാസ് ദ വ്ലോഗ്. ഇനി ചിലരെയൊക്കെ നമുക്ക് നാട്ടിൽ വെച്ച് കാണാം. ഓക്കെ, ഞാനിത് കൂടെ ഒന്ന് റെക്കോർഡ് ചെയ്യാം പെട്ടെന്ന്. എൻ്റെ ഈ ഒരു സൗണ്ടിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ബ്ലസ്സി പറഞ്ഞിട്ടുണ്ട്. ബ്ലസ്സി എനിക്ക് ഉടനെ തന്നെ ഒരു മൈക്ക് വാങ്ങിത്തരുമെന്ന്. ഇത് നമ്മൾ ഇപ്പം തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ അവൾ മറന്നു പോയാലോ, അതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ അത് തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മാത്രമല്ല, മെൽഫി ഇത് കേട്ടിട്ടുണ്ട് കേട്ടോ. പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചേച്ചിയുടെ വീഡിയോക്ക് സൗണ്ട് ഒക്കെ കുറച്ച് കുറവാണ്. അതുകൊണ്ട് ചേച്ചിക്ക് ഞാൻ ബ്ലസ്സി എന്ന് പറയുമ്പോൾ ഞാൻ എന്താ പറയാ മൈക്ക് വാങ്ങിത്തരാന്ന് ബ്ലസ്സി പറഞ്ഞിട്ടുണ്ട് മോളെ. ഓക്കെ, അത് നമുക്ക് കേട്ടാ മതി. സോ ഞാൻ കട്ട് ചെയ്ത വ്ലോഗ് പിന്നെ സ്റ്റാർട്ട് ചെയ്തു ഈ ഒറ്റ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ സീ യു നാളെ രാവിലെ നമുക്ക് കാണാം. രാവിലെ എണീക്കുമ്പോൾ തൊട്ടുള്ള കംപ്ലീറ്റ് ഞാൻ ക്യാപ്ചർ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹായ് ഗൈസ്, അപ്പോൾ ഇപ്പോൾ രാത്രിയിൽ ഏകദേശം 12:30. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. മേ ബി എക്സൈറ്റ്മെൻറ്റ് കൊണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. ഞാൻ കുറേ നേരം ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നാളെ നാട്ടിൽ പോവാ. എനിക്കിതും കൂടെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് തോന്നി. കാരണം നാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ ഉള്ള ഒരു ഫീലിങ്ങും ഇപ്പോൾ നാട്ടിലോട്ട് പോകുമ്പോൾ ഉള്ളൊരു ഫീലിങ്ങും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ച് വരുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ വെച്ചെടുത്തൊരു വീഡിയോ ഉണ്ട്, പക്ഷെ ഞാനിത് ഇടുന്നില്ല. ഒരു വീഡിയോ ഉണ്ട്, ഭയങ്കര ഇമോഷണലായിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇപ്പം എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. അന്നേരം എനിക്ക് തിരിച്ച് വരുന്ന സങ്കടത്തിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പം എനിക്ക് പോകുന്ന സന്തോഷത്തിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താ അല്ലേ? സോ നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഞാൻ ഉറങ്ങി എണീക്കുകയാണ്.
എനിക്ക് രാത്രിയിൽ ലേറ്റായിട്ട് കിടന്നുകൊണ്ടായിരിക്കും എനിക്ക് ചെറിയൊരു തലവേദന പോലെയുണ്ട്. എന്താണേലും നമ്മൾ നാട്ടിൽ പോവാണ്. എനിക്കെന്താ പറയണമെന്ന് അറിയത്തില്ല. ഇനിയെല്ലാം ഒന്നുകൂടെ ഫൈനൽ ആയിട്ടെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് സോ ലെറ്റ്സ് ഗെറ്റ് റെഡി ടു ദ എയർപോർട്ട്. ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. 1 2 ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയും എനിക്ക് ജസ്റ്റ് ഒന്ന് ഒരുങ്ങണം എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് മുഖത്തൊന്ന് മോയ്സ്ചറൈസറും ലിപ് ബാമും എന്തെങ്കിലുമൊക്കെ ഇടണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. ഞാനിതിപ്പോൾ എത്രാമത്തെ തവണ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ എണ്ണി നോക്കാം. എല്ലാ ക്ലിപ്പ് എടുക്കുമ്പോഴും അതിനകത്ത് ഞാൻ പറയും. ഓക്കെ, എന്താ പറയുക, ഇനിയും കുറച്ച് അല്ലറ സാധനങ്ങളും എടുക്കണം. പിന്നെ താഴെ ചേട്ടനെ ഒന്ന് വിളിക്കണം. പിന്നെ ഇറങ്ങുന്നതിന് മുമ്പ് ഈ ബെഡൊക്കെ ഒന്ന് ഒതുക്കിയിടണം. എനിക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ വീടൊരു മര്യാദയ്ക്കൊന്നും കിടന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തോ പോലെയാവും. കാരണം ഞാൻ തന്നെ ചെയ്യാതിട്ടിട്ട് പോകുന്നത് വേറൊരു കാര്യം. പക്ഷെ ഞാൻ ഇന്നലെ എല്ലാം ചെയ്തു. ഇന്നലെ ഇവിടെ എല്ലാം തുടച്ചു, വാഷ്റൂം മൊത്തത്തിൽ വൃത്തിയാക്കി, പിന്നെ തുണിയെല്ലാം അടുക്കി വെച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ്. ഇനിയിപ്പോൾ ഇറങ്ങുമ്പോൾ ബെഡ് ഇടുന്ന് മടക്കി വെക്കണം. അത്രയും കൂടി ഉള്ളൂ. സോ ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പോൾ ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഒത്തിരിയൊന്നുമില്ല, ജസ്റ്റ് കണ്ണെഴുതി ലിപ്സ്റ്റിക്ക് ഇട്ടു, പിന്നെ മോയ്സ്ചറൈസർ ഇട്ടു, അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെന്താ, കറക്റ്റ് നാട്ടിലോട്ട് പോകാറായപ്പോൾ ഒരു കുരു വന്നിട്ട് പോയതിൻ്റെ പാടായത്. അതിന് മുമ്പ് എൻ്റെ മുഖത്ത് ഒരു പാടുമില്ലായിരുന്നു. കോപ്പ് കറക്റ്റ് സമയത്ത് ആവട്ടെ, എന്തായാലും കുരുവിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ എനിക്ക് കഴിക്ക് നീളമില്ലാത്തതുകൊണ്ട് എനിക്ക് മൊത്തത്തിൽ ഇച്ചിരൂടെ ആംഗിൾ കിട്ടുന്നില്ല. വേദന എടുക്കും. അപ്പം ഞാൻ എല്ലാം എടുത്തു വെച്ചു. എല്ലാം കഴിഞ്ഞു. ഇനിയും താഴെ അവരും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരും കൂടെ വന്നിട്ട് പെട്ടി എടുത്ത് ഇവിടുന്ന് ഒരു ട്രാൻസ്ഫർ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് കയറുക, അവിടുത്തെ ട്രാൻസ്ഫർ, പിന്നെ അടുത്തത് നേരെ നമ്മൾ എയർപോർട്ടിൻ്റെ അവിടുത്തെ ബാനോഫിൽ തന്നെയാണ് പോയി ഇറങ്ങുന്നത്. ബാനോഫ് മീൻസ് റെയിൽവേ സ്റ്റേഷൻ, അവിടെ തന്നെയാണ് പോയി ഇറങ്ങുന്നത്. അപ്പോൾ എന്താ, വരുവാണ് നാട്ടിലോട്ട്. എൻ്റെ സംസാരത്തിന് എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നുണ്ടോ എല്ലാവർക്കും? അല്ലേ, ഇപ്പോൾ ഇവിടെ നേരമൊക്കെ വെളുത്ത് വരണതേ ഉള്ളൂ. എന്തായാലും ഞാൻ പോവാ. ചെക്കിങ്ങിൻ്റെ സമയത്ത് വൻ വിഷയമായിരുന്നു. അതായത് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ വൻ വിഷയമായിരുന്നു. എന്താ പറയുക, എൻ്റെ ട്രെയിൻ മിസ്സായി. പിന്നെ നമ്മൾ രണ്ടാമത്തെ ട്രെയിനൊക്കെ കയറി വന്ന് ഓടി. എനിക്ക് ഫ്ലൈറ്റ് കിട്ടുമെന്ന് തന്നെ ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം എൻ്റെ പാസ്പോർട്ട് ചെക്ക് ചെയ്യുന്നിടത്ത് ഭയങ്കര വലിയ ക്യൂ. ഒന്ന് സഹായിക്കാൻ നോക്കിയതാണ്, ഞാൻ പെട്ടുപോയി. ഒരു കുഞ്ഞിനെയും കൊണ്ട് 2 പേര് വന്നിട്ട് ചോദിച്ചു, അവർക്ക് അൽബേനിയയ്ക്കുള്ളതാ ഫ്ലൈറ്റ്, ഇപ്പോൾ എടുക്കും, ഞാൻ ഒന്ന് ഫ്രണ്ടിൽ കയറിക്കോട്ടെ. ഞാൻ കുഞ്ഞല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കയറ്റി വിട്ടു. ഇവരെ ഞാൻ മുന്നോട്ട് കയറ്റി വിട്ടുകൊണ്ടുണ്ടല്ലോ, പുറകിൽ നിന്ന് ഒരു പട പോലെ അൽബേനിയക്കുള്ളവർ വന്നങ്ങ് കയറി ഇവർ ഫ്രണ്ടിൽ പിടിച്ച് കയറ്റി. പിന്നെന്താ, പിന്നെ പുറകിലായിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ചു സഹായം നിർത്തി ഞാനെന്ന്. അങ്ങനെ എന്താ, പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം കറക്റ്റ് സമയത്ത് എനിക്ക് 9:30 ഗേറ്റ് ക്ലോസ് ചെയ്യും. എന്നിട്ട് ഞാൻ കറക്റ്റ് 9:10 ആയപ്പം കറക്റ്റ് ഇവിടെ വന്നെത്തി. ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. സോ അതായിരുന്നു ഇന്ന് ഭയങ്കര ഹറിബറിയായിട്ട് ഓടി വന്നു. എനിക്ക് ആദ്യമായിട്ട് ഇതുപോലെ സാധാരണ ഞാൻ എയർപോർട്ടിൽ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്താലും ഞാൻ 2 മണിക്കൂർ നേരത്തെ എത്തും. എനിക്ക് ടെൻഷനാണ്. എനിക്ക് എയർപോർട്ടിൽ എന്നെ അറിയാവുന്നവർക്ക് അറിയാം, എനിക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കര ടെൻഷനാണ്. പെട്ടെന്ന് അത് ചെയ്യണം. എൻ്റെ ഉള്ളിലെ ആ ലീഡർഷിപ്പ് സാധനം ഉണ്ടല്ലോ, അത് പൊങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്താ, ഞാൻ ആദ്യമായിട്ട് എൻ്റെ ട്രെയിൻ മിസ്സായി. കുറേ ടെൻഷൻ അടിച്ചു. അതായത് ട്രെയിൻ എൻ്റെ മുന്നിൽ കൂടെ പാസ് ചെയ്ത് പോയി. അതാണ് ഏറ്റവും വലിയ വിഷമമായി പോയത്. കാരണം നമ്മൾ കറക്റ്റ് സമയത്ത് എല്ലാം ഇതായി. എന്താണേലും കറക്റ്റ് നമുക്ക് എത്തി. ഇപ്പോൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യണം. സോ നമ്മുടെ നാട്ടിൽ പോവാണ് ഗൈസ്. എനിക്ക് സന്തോഷമായിട്ട് വയ്യ. മലയാളീസ് ഉണ്ടെന്ന് തോന്നുന്നു 2-3 പേര്. പക്ഷേ ഞാൻ എനിക്ക് ഭയങ്കര ഈ വീഡിയോയിലുള്ള ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് പെട്ടെന്ന് ഒരാളെ അങ്ങനെ മിണ്ടാനൊന്നും പറ്റില്ല. അപ്പോൾ പറ്റും, എനിക്ക്
ഓക്കെ എൻ്റെ വൈബ് മാച്ചാകും എന്ന് തോന്നുന്നതിനോട് ഞാൻ കയറി മിണ്ടുമൊക്കെ ചെയ്യും. പക്ഷേ അറിയില്ല, എന്തോ മിണ്ടിയിട്ടില്ല. പിന്നെ എനിക്ക് വിൻഡോ സീറ്റ് തരുമോ എന്ന് ചോദിച്ചു. അവരെന്നോട് പറഞ്ഞു തൽക്കാലം ഫുള്ളാണ് ഫ്ലൈറ്റ്, അബുദാബി ചെന്ന് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫ്ലൈറ്റിന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ട് എൻ്റെ ഫ്ലൈറ്റിലെ എക്സ്പീരിയൻസും ഫുഡിൻ്റെ റിവ്യൂ ഒക്കെ തരാം. അതൊക്കെ ഇപ്പോൾ ട്രെൻഡാണല്ലോ, ഞാൻ തരാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ. ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണാം. നമ്മൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകുന്നതാണ്. എനിക്ക് ഭയങ്കര സന്തോഷം, എന്താണെന്നറിയത്തില്ല. നാട്ടിലോട്ട് പോകുന്നതിൻ്റെ ആയിരിക്കും. അപ്പോൾ ഇനി ഫ്ലൈറ്റ് കയറിയിട്ട് ബാക്കി കാണാം. എൻ്റെ പെട്ടി സന്തോഷം കൂടി പോയിട്ടേ. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറി. എനിക്ക് വിൻഡോ സീറ്റ് അല്ലായിരുന്നു കേട്ടോ. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ കുറേ ചോദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർക്ക് അവൈലബിൾ ആയിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ ഒരു മലയാളി പയ്യനായിരുന്നു. ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അതിനെന്തായിരുന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് വന്നു. അത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് ചിക്കൻ മന്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി ഞാനും ആള് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫുഡൊക്കെ ഓപ്പൺ ചെയ്തു. നല്ല മണം എന്ന് വെച്ചാൽ നല്ല മണം, ഭയങ്കര ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബിരിയാണി അല്ലല്ലോ മന്തിയൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് വീണ്ടും കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞാനൊന്ന് മയങ്ങി. അങ്ങനെ മയങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് സമയം കൊണ്ട് നീങ്ങണില്ല. ഈ ഒരു 7 hours ജേർണി ഭയങ്കര സ്ലോ ആയിട്ട് പോണ പോലെ എനിക്ക് ഫീൽ ചെയ്ത്. എന്താ പറയുക, ഞാൻ ഉറങ്ങിയത് തന്നെ സമയം കുറച്ച് അങ്ങനെ പോകുമല്ലോ എന്ന് വെച്ചാൽ. പക്ഷെ എനിക്ക് അങ്ങോട്ട് എന്താ പറയുക, അങ്ങോട്ട് ഉറങ്ങാൻ പറ്റണില്ലായിരുന്നു നല്ലപോലെ. അങ്ങനെ കുറച്ച് നേരം ഫ്ലൈറ്റ് എവിടെയായി, എവിടെ കൊടുക്കുക പോകണമെന്നൊക്കെ ഇങ്ങനെ ആ മോണിറ്ററിൽ നോക്കിയിരുന്നു കുറച്ച് നേരം സമയം കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മൈക്കിൾ ജാക്സന്റെ ഫിലിം ഞാൻ കണ്ടു. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം കൂടെ ടൈമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞപ്പം ഏകദേശം സൺസെറ്റിൻ്റെ സമയമൊക്കെ ആയി. അങ്ങനെ ബ്യൂട്ടിഫുൾ സൺസെറ്റൊക്കെ കണ്ടു. ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വീണ്ടും സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ ഞങ്ങൾ അബുദാബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ലാൻഡിങ് ഒക്കെ ഭയങ്കര അടിപൊളിയായി, ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. അങ്ങനെ നേരെ നമ്മൾ ട്രാൻസ്ഫർ ഏരിയയിലോട്ട് പോയി. അങ്ങനെ എനിക്ക് തിരിച്ച് അബുദാബി ടു കൊച്ചി ആകാശ എയർലൈൻസ് ആയിരുന്നു. അത് ഞാൻ പയ്യെ പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ളത്. അങ്ങനെ ടേക്ക് ഓഫ് ചെയ്തു, ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ കണ്ട് നമ്മൾ പോവായിരുന്നു. ഇനി ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. ബട്ട് ദി ഫുഡ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതുപോലെ വേസ്റ്റ് ഒരു ഫുഡ് എക്സ്പീരിയൻസ് ഇങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല. എന്ത് സാധനമാണെന്ന് പോലും എനിക്കറിയില്ല. 2 ബ്രെഡിൻ്റെ നടുക്ക് എന്തൊക്കെ പച്ചക്കറി ബോയിൽ ചെയ്ത് സ്മാഷ് ചെയ്ത് വെച്ചേക്കുന്നു. ഒരു ടേസ്റ്റും ഇല്ലത്. പിന്നെ കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ തന്നെ നമ്മുടെ കൊച്ചി എത്തി. അങ്ങനെ കൊച്ചി എന്നുള്ള ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ കിട്ടി. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ സേഫായിട്ട് ലാൻഡ് ചെയ്തു. ഹായ് ഗൈസ്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് ഒരു വീഡിയോ പോലും എനിക്ക് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ മോഡ് മാറിപ്പോയി. വ്ളോഗിങ് മോഡിൽ നേരെ ഫാമിലി മോഡിലോട്ടായി പോയി. എന്നിട്ട് ഇപ്പോൾ ഇന്നലെ എനിക്കത് ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നലെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ റെസ്റ്റ് എടുക്കുമായിരുന്നു കംപ്ലീറ്റ്ലി. പിന്നെ കുറച്ച് ചില്ലറ സാധനങ്ങൾ എനിക്ക് പെട്ടെന്ന് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മാത്രം പുറത്തോട്ട് പോയതേ ഉള്ളൂ. പിന്നെന്താ, ഞാൻ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നു. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ മീറ്റ് ചെയ്യാൻ ഇപ്പോൾ വരുന്നുണ്ട് ഇൻ 5 minutes. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ അവൾ വന്നിട്ട് ബാക്കി വീഡിയോ കാണാം. ടാറ്റാ. ഞാനിപ്പോ ഇങ്ങനെ ഇൻട്രോ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അതെ, ഞാൻ തന്നെ കൊണ്ടുവന്നു, ഞാൻ തന്നെ ഒരു മിനിറ്റ്. ഓക്കെ, എടുത്തില്ല. അത് എടുത്തു. എന്നെ പറ്റി എന്താ നിനക്ക് പറയാനുള്ളത്? ദേവുനെ പറ്റി പറ്റി. She's a nice person. Lots of happiness. ദേവിനെ പറ്റി പറയാനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ 5ാം ക്ലാസ് മുതൽ ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നത്. മറ്റേ ഒരു മിനിറ്റ് ക്യാമറ തിരിക്കട്ടെ. നമ്മൾ പറയത്തില്ലേ, മറ്റേ നമ്മൾ പറയുന്നതല്ല, മറ്റേ സിനിമയ്ക്കെന്ന് പറയത്തില്ല, എന്തായാലും പറയുന്നത് പാപ്പിച്ചായൻ ഇല്ലായിരുന്നെങ്കിൽ, എന്താ പാപ്പിച്ചായൻ ഉണ്ടായിരുന്നെങ്കിൽ, ആ സെറ്റപ്പ് പോലുണ്ട് ഇവള് പറയുന്നത് കേട്ടിട്ട്. വേറെ എന്താ പറയാനുള്ളത്? എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ കുറെ നാളെ ഒരു 5-6 മാസം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. 6 മാസം, 1 വർഷം. ഈയിടെ നീ വന്നില്ലായിരുന്നോ? എന്ന് കഴിഞ്ഞ ജൂണിലാണ് ഞാൻ വന്നേ.
അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞതിൽ ഞാൻ കുറച്ച് ലേസും കുറച്ച് എന്നിട്ട് അവളെ തന്നെ എടുത്ത് വെച്ചാൽ എല്ലാം കഴിക്കുന്നു. കുറച്ച് ചിപ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അവൾക്ക് വേണ്ടി. സ്നേഹമാണല്ലോ എല്ലാം. ഇതൊക്കെ എവിടുന്ന് പഠിക്കുന്ന ചാപ്പുണ്ടായില്ലോക്കെ. ഗൈസ്, അപ്പൊ നമ്മളിങ്ങനെ പുറത്ത് പോണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആണ്. എന്നാൽ നമ്മൾ പരിശ്രമിക്കും പുറത്തു പോകാൻ. പിന്നെ ഗൈസ്, നമ്മളെ തമ്മിലുള്ളത് എപ്പോൾ തൊട്ട് റിലേഷൻ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുനാൾ മുതൽ നമ്മൾ ഭയങ്കര ഫ്രണ്ട്സാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ വന്നെങ്കിലും പിന്നെ നമ്മൾ എങ്ങനെയോ ഞങ്ങൾ പിന്നെ ഒന്നിച്ചു. അതാണ് സത്യം. അതെ അതെ, അത് ഞാൻ ഭയങ്കര ബുജിയായതുകൊണ്ട്. അല്ല, ബുജിയായതുകൊണ്ട് ഞാൻ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോയതുകൊണ്ട് ചില ചീത്ത കൂട്ടുകളൊക്കെ ഞാൻ പിന്നെ ഞങ്ങള് ഡാൻസ് ആയാലും നമ്മൾ ഒരുമിച്ചായിരുന്നു സ്റ്റേജിലൊക്കെ പെർഫോമൻസ് ചെയ്യുന്നത്. പിന്നെ ഒരു സകലകല വല്ലഭയാണ് ഈ ദേവു. എന്റെ പെണ്ണിന് ട്രോള് വരും. എന്താ പറയാ, അവളെ പറ്റി പൊക്കി പറയുന്നൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. പിന്നെ നമ്മളിങ്ങനെ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പൊ 2026 ഓഗസ്റ്റ് 5ാം ക്ലാസ് വെച്ചല്ലേ നമ്മള് 5ാം ക്ലാസ് വെച്ച് എന്റെ അമ്മ ഇവളുടെ കൈ പിടിച്ച് കൊടുത്താ. ഇതൊക്കെ പിന്നെ നമുക്ക് പറയാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാം. കാരണം ഞങ്ങള് സെയിം ഡ്രസ് ഇട്ടിട്ടാണ് ഞങ്ങൾ 5ാം ക്ലാസ്. അതെ, ഞങ്ങൾ ഒരു പരിചയമില്ലാത്തവരായിരുന്നു. എന്നിട്ട് പക്ഷെ നമ്മള് ഞാൻ ഒന്ന് പറയട്ടെ മനുഷ്യക്ക്. അപ്പോ നമുക്ക് അറിയത്തില്ലായിരുന്നു അത്. പക്ഷെ ഫസ്റ്റ് ഡേ നമ്മൾ ഓൾറെഡി അവിടെ പഠിച്ച പിള്ളേരായതുകൊണ്ട് നമ്മളൊരു ഗ്യാങ്ങായിട്ട് നിന്ന സമയത്ത് പേടിച്ച് വിറച്ചൊരു കൊച്ചു ക്ലാസ്സിലോട്ട് കയറി വരുന്നു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സെയിം ഡ്രസ്സ്, സെയിം കളർ, സെയിം പാറ്റേൺ എല്ലാം സെയിം ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടൊരു കൊച്ചു വരുന്നു. അപ്പോൾ ഈ കൊച്ചു ഭയങ്കര പമ്മി വരുന്നു. അപ്പം ഇവളുണ്ട്, അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്. അപ്പോൾ ഞാൻ ചെന്നിട്ട് ഹായ് പേരെന്താ സുഖമാണോ. അന്ന് ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരുന്നു. പിന്നെ ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ ഇൻട്രോവേർട്ടായി മാറിയിട്ട് പിന്നെ ഞാൻ വീണ്ടും എക്സ്ട്രോവേർട്ട് പഴയ ഞാനിലേക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വേറെ കഥകളാണെങ്കിൽ ഒത്തിരി കഥകളുണ്ട്. അതെ, അപ്പം അന്നോട്ട് തുടങ്ങിയതാ. പിന്നെ അന്ന് കൂടെ കൂടിയതാണ്. ഇപ്പൊ അന്ന് ഇവളുടെ അമ്മ എനിക്ക് കൈ പിടിച്ചു തന്നു ഇവളെ. അതെ, വേറെ ആരും ഇല്ല, ഇവിടെ മാത്രം. അത് ഇപ്പോഴും എന്നെ ആന്റിക്ക് ഏറ്റവും ഇഷ്ടം. എന്റെ അമ്മയ്ക്ക് വേറെ ആരെക്കാളും വിശ്വാസം ഉണ്ട് ഇവളെയാണ്. അപ്പൊ വിശ്വാസം പക്ഷേ ഇവളുടെ സ്വഭാവം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതെല്ലാവർക്കും അങ്ങനല്ലേ? അതെ അതെ അതെ, എല്ലാവർക്കും. അന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടി ചാടി വന്നു. ആ ഒരു സുഹൃത്തിനോടുള്ള ഒരു സ്നേഹം എനിക്ക് ക്രിഞ്ചടിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മളിന്ന് പുറത്തു പോകാൻ വേണ്ടി ഇങ്ങനെ വിചാരിക്കുന്നു. നടക്കില്ലെന്ന് കണ്ടറിയാം. ഓക്കെ, അങ്ങനെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് വരെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഭയങ്കര മഴയൊക്കെ പെയ്ത്. അങ്ങനെ മഴയൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുമ്പോഴാണ് അമ്മ വന്നിട്ട് പറയുന്നത് പറമ്പിൽ കുറേ വഴുതനങ്ങ വന്ന് കിടപ്പുണ്ട്, മീൻസ് വിളഞ്ഞ് കിടപ്പുണ്ട്, നമുക്ക് പോയി അത് പറിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറമ്പിലോട്ട് അമ്മയുടെ കൂടെ പോയി. എനിക്ക് ഈ നമ്മുടെ പറമ്പിൽ നേരത്തെ വേലി അങ്ങനെ അങ്ങ് കെട്ടിയിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം ഞാൻ വന്നപ്പോൾ പറമ്പ് മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയി. കുറേ ചെടിയല്ല മരങ്ങളും തൈകളും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ പോയി കണ്ട് അമ്മയ്ക്കൊരു കമ്പനിയൊക്കെ കൊടുത്ത് പിന്നെ കുറേ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മളവിടെ നിൽക്കുമ്പോഴാണ് അമ്മ എന്നെ ഒരു സാധനം കാണിച്ചൊരു കുഞ്ഞ് മത്തങ്ങ. പിന്നെ അതൊക്കെ സംസാരിച്ചൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനം അവിടെ കണ്ടത്. ഈ കോവയ്ക്ക തന്നെയല്ലേ എല്ലായിടത്തും പറയുക. ആ കോവയ്ക്കയുടെ ഈ പൂവോടുകൂടി വരുന്ന ഒരു കായില്ലേ, അതായത് പൂവിൻ്റെ തൊട്ട് താഴെ. എനിക്കത് ഭയങ്കര ഇഷ്ടം, പൊട്ടിച്ച് കഴിക്കാൻ വേണ്ടി. അമ്മേനോട് പറയാം അതെല്ലാം കൂടെ പറിച്ച് കഴിക്കരുത്, കോവയ്ക്ക ഉണ്ടാവാനുള്ള സമയവും സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കണമെന്ന്. പക്ഷെ എനിക്കിഷ്ടം അതുകൊണ്ട് ഞാനത് പൊട്ടിച്ചപ്പം തന്നെ ഞാൻ കഴിച്ച്. അങ്ങനെ പിന്നെ അതുവഴിയൊക്കെ നടന്ന് അങ്ങോട്ട് അമ്മയോട് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അതുവഴി അങ്ങ് നടന്ന്. ഞാൻ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് പേരമ്മ വിളിച്ചിട്ട് ചോദിച്ചു ചക്കപ്പഴം വേണമെന്ന്. ഞാൻ കണ്ണും പൊട്ടി പറഞ്ഞ വേണം. അങ്ങനെ പേരമ്മ ചക്കപ്പഴമൊക്കെ തന്ന് അത് അമ്മ ഇന്നലെ തന്നതാണ്. പക്ഷേ ഇന്ന് നമുക്ക് സമയം കിട്ടി. അപ്പോൾ ഇന്ന് നമ്മൾ ആ ചക്കപ്പഴമൊക്കെ മുറിച്ച് അമ്മ എനിക്കിങ്ങനെ ഓരോരോ പീസ്, എനിക്ക് പണ്ട് തൊട്ടേ ഉണ്ട് അമ്മ ഇങ്ങനെ ചക്ക വെട്ടായിരിക്കുമ്പോൾ ആദ്യത്തെ 2-3 പീസ് ഞാൻ ഓടിപ്പോയി കയ്യിൽ മേടിക്കും. എന്നിട്ട് പിന്നെ അമ്മ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്ന് ഞാൻ എടുക്കും. അങ്ങനെ ചക്കപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനിയൻ അവൻ്റെ പ്രോട്ടീൻ ഷേക്കും കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും വേണം നിൻ്റെ ഒരു പ്രോട്ടീൻ ഷേക്ക് എന്നുകൊണ്ട് അവൻ എനിക്ക് കൊണ്ടു തന്നു. പിന്നെ അവന് ക്യാമറ വരുന്ന ഭയങ്കര ചമ്മല. അപ്പം ഞാൻ എന്ത് ചെയ്തു, പുറകെ അവനിങ്ങനെ വെറുപ്പിച്ച് നിനക്ക് എന്താ എൻ്റെ ഇത് വന്നാലെന്നൊക്കെ ചോദിച്ചിങ്ങനെ വെറുപ്പിച്ച് നടന്ന്. വ്ളോഗ് വരാൻ താല്പര്യമില്ല. അതെന്താ
എന്താ ഇത് പുറകെ വരും മോനെ. അപ്പോൾ ഇതായിരുന്നു നാട്ടിൽ വന്നിട്ടുള്ള എൻ്റെ ആദ്യത്തെ 2 ദിവസത്തെ കാര്യങ്ങൾ. ഇനി ഓരോരോ വ്ലോഗായിട്ട് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ.